ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് കാര്യസ്ഥനെ നമ്മളിലേക്ക് അയക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ജൂൺ 24 യോഹന്നാൻ മഗ്ദാനായുടെ ജനന ദിവസത്തെ ഓർക്കുന്ന ദിവസം. യോഹന്നാൻ മഗ്ദാനയെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം ഏവരും ഓർക്കുന്നത് ഒരു പുരോഹിതനെയും അവൻ്റെ ഭാര്യയെയും കുറിച്ച് ആണ്. വാഗ്ദത്തത്തിൽ ലഭിച്ച, വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു മകൻ. യഹൂദന്മാരുടെ ഇടയിൽ നമുക്ക് ഏവർക്കും അറിയാം, ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ വളരെ അപമാനമായിട്ട്, ശാപമായിട്ട് കാണുന്ന കാലത്ത് ജീവിച്ചതായ ആ പുരോഹിതനെയും ആ കുടുംബത്തെയും നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ദുഃഖത്തിൻ്റെ ആഴം. ഇന്നേ ദിവസം നാം നോക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്യുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള ഭാഗമാണ് നാം ഇതിനായി പാരായണം ചെയ്യേണ്ടത്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ദാനം എന്ന് ആണ്. ഈ വേദഭാഗത്തു നിന്നും നാം മനസ്സിലാക്കേണ്ടത് 5 കാര്യങ്ങൾ ആണ്. നാം മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കി എടുക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എലിസബത്തിൻ്റെ പ്രസവ സമയം അടുത്തു. അവൾ ഒരു മകനെ പ്രസവിക്കുന്നു. അവളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും ഒന്നിച്ച് കൂടുന്നു. അവളുടെ അടുത്ത് വന്ന് അവളെ അഭിനന്ദിക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നതായിട്ട് നാം ഓരോരുത്തരും കാണുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവശക്തിയുടെ മഹത്വം നാം ഇവിടെ കാണുന്നു. ഈ ജനനം വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. യേശുവിൻ്റെ മുന്നോടിയായി എത്തുന്ന ദൈവപുരുഷൻ, ദൈവകരുണയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത്. വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു ആൺകുഞ്ഞ്, ദൈവത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടായ ഒരു കുഞ്ഞ്, വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷം. ആ സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ആൺകുഞ്ഞ് ഉണ്ടാകുക എന്നത്, അതും വാർദ്ധക്യത്തിൽ, ആ സന്തോഷത്തെ പറഞ്ഞറിയിക്കുവാൻ വാക്കുകൾ പോരാതെ വരുന്നതായി നാം കാണുന്ന ആ ഒരു നിമിഷം. 4-ാമത്തെ കാര്യമെന്ന് പറയുന്നത് പാരസ്പര്യതയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് മ്യൂച്വാലിറ്റി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പാരസ്പര്യം, അന്യോന്യത, അന്യോന്യത്വം എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. എല്ലാവരും പരസ്പരം സംസാരിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. കുഞ്ഞിന് എന്താണ് പേരിടേണ്ടത് എന്ന് കൂടിയിരിക്കുന്നവർ ചോദിക്കുമ്പോൾ എലിശുബ പറഞ്ഞ പേര് തന്നെ സക്കറിയ പുരോഹിതനും എഴുതി കാണിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. മാതാപിതാക്കളുടെ ഇടപെടൽ, അവർ തമ്മിലുള്ള ആ ബന്ധം, ഇത് വളരെ വിരളമായി കാണുന്ന ഒരു ബന്ധമാണ്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. 67-ാം വാക്യം മുതൽ 79-ാം വാക്യം വരെ നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സക്കറിയ പുരോഹിതനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വമാണ് നാം കാണുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പ്രവചിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. ഓരോ കുഞ്ഞിൻ്റെയും ജനനം ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നാം ചിന്തിച്ചതായ 5 കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തത്, നാം മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന ഒരു പ്രവണത എടുക്കണം എന്ന് നമ്മെ ഈ വേദഭാഗം പഠിപ്പിക്കുന്നു. 2-ാമത്തെ കാര്യം, ദൈവശക്തിയുടെ മഹത്വം നാം ഇവിടെ കാണുന്നു. 3-ാമത്തേത്, ഇറ്റ് ഈസ് ദി സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി, അതായത് ദൈവകരുണയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. 4-ാമത്തേത്, പാരസ്പര്യതയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. 5-ാമത്തേത്, പരിശുദ്ധാത്മാവിൻ്റെ ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുവിൻ്റെ 2-ാമത്തെ വരവിനായി കാത്തിരിക്കത്തക്കോണം ഒരുങ്ങുന്നതിനായി ചെലവഴിക്കാം. ആ സ്നാപക യോഹന്നാനെ പോലെ യേശുവിൻ്റെ ജനനത്തെ, അവൻ്റെ
ജീവിത ഉദ്ദേശത്തെക്കുറിച്ച് പ്രഘോഷിക്കത്തക്കവണ്ണം നമുക്കും ഒരുങ്ങി ബാക്കി ജീവിതം ജീവിക്കാം. നാം ഓരോരുത്തരും ഇപ്പോൾ പെന്തക്കോസ്തിക്ക് ശേഷം വന്ന രണ്ടാമത്തെ ആഴ്ചയിലൂടെ കടന്നു പോകുന്നതായ ഈ അവസരത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തി ഒരു പുതിയ മനുഷ്യനായി പുതിയ വർഷത്തിലേക്ക്, അതായത് പുതിയ മനുഷ്യനായി കഴിയുമ്പോൾ നമുക്കത് പുതിയ വർഷമായി കണക്കിലെടുത്തുകൊണ്ട് ആ വർഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കാലത്ത് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രവാചകന്മാരൊക്കെയും പ്രവചിച്ചതായ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് 8-ാം നൂറ്റാണ്ടിൽ, BC 8-ാം നൂറ്റാണ്ടിൽ ആമോസ് പ്രവാചകനും ഹോശേയ പ്രവാചകനും ഒക്കെ പറഞ്ഞതായ അധർമ്മങ്ങളും അനീതിയും എല്ലാം ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെയും അവർക്ക് സംഭവിച്ചത്, അവർക്ക് പീഡനങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അടിമത്തങ്ങളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ തിരുത്തേണ്ടതായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിലേക്ക് പോകാറുണ്ട്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്. എന്നാൽ നാം ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? നമ്മൾ എല്ലാവർക്കും സമൃദ്ധിയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നിട്ട് ഓൺലി ദ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെയും പിന്തിരിച്ച് നമ്മുടെ പിതാക്കന്മാർ എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്നും ദൂരെയായോ അപ്പോഴൊക്കെയും അവർക്ക് ദോഷങ്ങൾ ഉണ്ടായത് മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ലോത്തിനെ സൊദോമിൽ നിന്ന് രക്ഷിച്ചതുപോലെ, അതായത് അബ്രഹാമിൻ്റെ പ്രാർത്ഥന മൂലം അവനെ അവിടെ നിന്ന് രക്ഷിച്ചതുപോലെ നമുക്ക് ഒരു രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടു. ദാനിയേൽ തനിക്ക് വേണ്ടിയും തൻ്റെ ജനതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടതായി നാം വേദഭാഗം ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ നാം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെയും ദേവാലയത്തിൻ്റെയും ഭവനങ്ങളുടെയും സമാധാനത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രോഗമായി വിഷമങ്ങളായി വീടുകളിലും ആശുപത്രികളിലുമായി കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ മനസ്സ് വളരെ സന്തോഷത്തോടുകൂടിയിരിക്കും നാം ദൈവത്തോട് അടുത്തിരിക്കുന്നുവെങ്കിൽ. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.